വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുകയാണ്. നാളെ കോഴിക്കോട് കടപ്പുറത്താണ് മുസ്ലിം ലീഗിന്റെ മഹാറാലി സംഘടിപ്പിക്കുന്നത്. നിയമ പോരാട്ടത്തിനൊപ്പം പ്രത്യക്ഷ സമരം കൂടി സംഘടിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. അതായത് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനുമാണ് ലീഗ് തീരുമാനം. ആദ്യ പരിപാടി അല്ലെങ്കിൽ ആദ്യ പ്രതിഷേധ പരിപാടി എന്ന നിലയ്ക്കാണ് കോഴിക്കോട് കടപ്പുറത്ത് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ലീഗ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. വലിയ പരിപാടിയായി തന്നെ സംഘടിപ്പിക്കാനാണ് തീരുമാനം. രാജ്യത്ത് ഇതുവരെ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങളിൽ ഏറ്റവും വലുതാകുമെന്നാണ് ലീഗ് നേതൃത്വം അവകാശപ്പെടുന്നത്. അതിന്റെ മുന്നൊരുക്കങ്ങൾ നടക്കുകയാണ് കോഴിക്കോട് കടപ്പുറത്ത്. ലീഗ് നേതാക്കൾ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം, ഒപ്പം തന്നെ പ്രാദേശിക നേതാക്കളടക്കമുള്ളവർ ഇവിടെ നേരിട്ടെത്തി ഈ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുകയാണ്. ഇപ്പോൾ ലീഗിന്റെ ജനറൽ സെക്രട്ടറി PM.A. സലാം തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ഈ പരിപാടി എങ്ങനെയാണ് ആസൂത്രണം ചെയ്യുന്നത്? വലിയ പരിപാടി, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്നാണ് ലീഗ് അവകാശപ്പെടുന്നത്. ആ നിലയ്ക്ക് തന്നെയായിരിക്കും പരിപാടി? തീർച്ചയായിട്ടും ഇവിടെ ഞങ്ങൾ നടത്തുന്ന മൂന്നാമത്തെ പരിപാടിയത്. നേരത്തെ വഖഫ് സ്ഥാപനങ്ങളിലെ നിയമനം സംബന്ധിച്ച് പിണറായി വിജയൻ കേരളത്തിൽ ഒരു വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ അതിശക്തമായ ഒരു ജനക്കൂട്ടത്തെ ഞങ്ങളിവിടെ സംഘടിപ്പിച്ചു. പിന്നീട് ഫലസ്തീൻ ജനതയോട് സയനിസ്റ്റുകൾ ചെയ്ത ക്രൂരമായ അക്രമ പരമ്പരകൾക്കെതിരെ ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റൊന്നുകൂടി ചെയ്തു. ഇത് മൂന്നാമത്തതാണ്. ഓരോന്നിലും ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ലക്ഷങ്ങൾ പങ്കെടുക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. നാളെ രാവിലെ മുതൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ കൂട്ടം കൂട്ടമായി കോഴിക്കോട് കടപ്പുറത്തേക്ക് പ്രവഹിക്കും. ഉച്ചയാവുമ്പോഴേക്ക് കോഴിക്കോട് നഗരത്തിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത വിധം വമ്പിച്ച ജനബാഹുല്യവും ഉണ്ടാകും എന്ന ഉറപ്പാണ്. ആരൊക്കെയാണ് പങ്കെടുക്കുക? മുസ്ലിം ലീഗിന്റെ നേതാക്കളെ കൂടാതെ പഞ്ചാബ് PCC അധ്യക്ഷനാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. മറ്റ് ആരെല്ലാം നേതാക്കൾ ഈ പരിപാടിയുടെ ഭാഗമാകും? പാർലമെന്റിൽ വഖഫ് ബില്ലിനെതിരെ നടന്ന ഡിബേറ്റിൽ ഏറ്റവും ശക്തിയായി ഭരണഘടനാ വകുപ്പുകളും നിയമവ്യവസ്ഥകളും വെച്ചുകൊണ്ട് അതിതീവ്രമായി ഡിബേറ്റിൽ ബില്ലിനെ എതിർത്ത കോൺഗ്രസ് MP, ലുധിയാനയിലെ കോൺഗ്രസ് MP അമരേന്ദർ സിംഗാണ് ഞങ്ങളുടെ മുഖ്യാതിഥി. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു. ഇപ്പോൾ പഞ്ചാബ് സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റാണ്. ഉജ്ജ്വലനായ വാഗ്മിയാണ്. പാർലമെന്റിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. ഇന്ത്യ മുഴുവൻ വ്യാപിച്ച് നടക്കുകയാണ്. അദ്ദേഹത്തെ ഞങ്ങൾക്ക് മുഖ്യാതിഥിയായി ലഭിച്ചിട്ടുണ്ട്. അതിനു പുറമെ കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംബന്ധിക്കുന്നുണ്ട്. പിന്നെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബ് XMP സംബന്ധിക്കും. പാർട്ടിയുടെ MP-മാർ, ദേശീയ സംസ്ഥാന നേതാക്കളൊക്കെ സംബന്ധിക്കും. മറ്റൊന്ന്, ഈ സമീപകാലത്ത് കുറേ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ലീഗുമായി ബന്ധപ്പെട്ട്, സമസ്തയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ നിലയ്ക്ക് പരിപാടിയിൽ ആളുകളുടെ എണ്ണം കുറയാനുള്ള സാധ്യതയുണ്ടോ ആ വിവാദങ്ങളുമായി പശ്ചാത്തലം? അല്ല, അതൊക്കെ വെറുതെ ഉണ്ടാക്കി വന്നതല്ലേ. ഞങ്ങൾ ആരുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളോ വിവാദങ്ങളോ ഒന്നുമില്ല. അതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നിലവാരം എടുത്ത് പരിശോധിച്ചാൽ മതിയല്ലോ. മറ്റൊന്ന്, ഇത് രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ പരിപാടി സംഘടിപ്പിക്കാനാണ് ലീഗിന്റെ തീരുമാനം, അല്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. ആദ്യ പരിപാടിയാണ് കോഴിക്കോട് സംഘടിപ്പിക്കുന്നത്. മറ്റ് പരിപാടികൾ എങ്ങനെയായിരിക്കും ആസൂത്രണം ചെയ്യുക? എന്നൊക്കെയായിരിക്കും നടക്കുക? ഞങ്ങൾ കേരളത്തിൽ തന്നെ തെക്കൻ ജില്ലകളെ കേന്ദ്രീകരിച്ച് ഒരു പരിപാടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റികൾ പരിപാടി നടത്തിയിട്ടുണ്ട്, ചിലയിടത്തൊക്കെ നടത്തിയിട്ടുണ്ട്. ഇനിയും ദേശീയ കമ്മിറ്റി യോഗം ചേർന്ന് അതിനനുസൃതമായ പരിപാടികൾ ആസൂത്രണം ചെയ്യും. തെക്കൻ കേരളത്തിൽ കൂടി പരിപാടി ഉണ്ടാവും. തെക്കൻ കേരളത്തിൽ പരിപാടി നടത്തണമെന്ന് അവിടെ നിന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ഡിമാൻഡ് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പാർട്ടി പരിശോധിക്കും. ഫിറോസ്, ഉടൻ തന്നെ ഉണ്ടാവും തെക്കൻ കേരളത്തിലെ പരിപാടി? ഉടൻ തന്നെ തീരുമാനിച്ചിട്ടില്ല. ആ തെക്കൻ കേരളത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തെക്കൻ കേരളത്തിൽ പരിപാടി വെക്കണമെന്ന ഡിമാൻഡ് വന്നിട്ടുണ്ട്. പാർട്ടി അതിൽ തീരുമാനം എടുത്തിട്ടില്ല, പരിഗണിച്ചു വരികയാണ്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് കൂടി, എങ്ങനെയായിരിക്കും യൂത്ത് ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഈ പരിപാടിയുടെ ഒരു പങ്കാളിത്തം? തീർച്ചയായിട്ടും വലിയ പങ്കാളിത്തം നാളെ ഉണ്ടാകും. കാരണം കേരളം എപ്പോഴും ഫാഷിസ്റ്റ് ഭരണകൂടം നടത്തുന്ന ഏത് ന്യൂനപക്ഷ വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾക്കെതിരെയും പ്രതിഷേധിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഈ ഇന്ത്യയിൽ തന്നെ ഒരു വലിയ പ്രതിഷേധമായി, കേരളത്തിൻ്റെ പ്രതിഷേധമായി ഈ പ്രതിഷേധം നാളെ മാറുമ്പോൾ അതിനകത്ത് യുവജനങ്ങളുടെ വലിയ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ മുന്നൊരുക്കം വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത്? തീർച്ചയായിട്ടും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ കൂടെ ഇന്ന് അദ്ദേഹം ഈ ഒരുക്കങ്ങൾ വിലയിരുത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നത്.
എന്തായാലും രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പ്രതിഷേധ പരിപാടി, പ്രക്ഷോഭ പരിപാടി എന്ന നിലയ്ക്കാണ് മുസ്ലിം ലീഗ് നാളെ കോഴിക്കോട് കടപ്പുറത്ത് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ആ നിലയ്ക്ക് അതിന്റെ മുന്നൊരുക്കങ്ങൾ നേതാക്കൾ വിലയിരുത്തുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമാകും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലീഗിന്റെ പ്രവർത്തകർ പരിപാടിക്കായി കോഴിക്കോട്ടേക്ക് എത്തും എന്നാണ് നേതൃത്വം പറയുന്നത്. നാളെ വൈകിട്ട് ഏതാണ്ട് 3 മണിക്ക് ശേഷമാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ പരിപാടിയുടെ ഭാഗമാകും. എന്തായാലും വടക്കൻ കേരളത്തിൽ കോഴിക്കോടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിനുശേഷം തെക്കൻ കേരളത്തിൽ കൂടി ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മറ്റൊരു പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കാൻ ലീഗ് ആലോചിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. എന്തായാലും നാളത്തെ പരിപാടിക്ക് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങൾ കൂടി തീരുമാനിക്കുക. കോഴിക്കോട് കടപ്പുറത്തുനിന്ന് ക്യാമറമാൻ ഷബീർ കല്ലിലിനോടൊപ്പം ഷബീർ ഒമർ, മീഡിയ കോഴിക്കോട്.